വെൽക്കം ടു കളർ പെൻസിൽസ്. ഇന്ന് നമ്പേഴ്സ് പഠിക്കാം. ആദ്യം കുട്ടികളെ 1 to 10 പറയാൻ പഠിപ്പിക്കണം. അത് കുട്ടികളെ ഇരുത്തി പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്കത് ബോറാകും. ദിവസവും അവർ നമ്മോട് കൂടെയുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുക്കുമ്പോഴും മറ്റും 1, 2, 3 ഇങ്ങനെ കൗണ്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ വാങ്ങി വന്നാൽ അത് സോർട്ട് ഔട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ കുട്ടികളെ കൂടെ നമ്മുടെ കൂടെ കൂട്ടാം. ഓരോ വെജിറ്റബിൾസും 1, 2, 3, 4 ഇങ്ങനെ എണ്ണി വെക്കണം. പിന്നെ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ അവരുടെ കളിയെല്ലാം കഴിഞ്ഞ് അവരുടെ ടോയ്സ് അടുക്കി വയ്ക്കാൻ അവരെ കൂടെ കൂട്ടാം. ടോയ്സ് നമ്മൾ തന്നെ അടുക്കി വയ്ക്കണം, പക്ഷേ കുട്ടികളെ കൂടെ കൂട്ടണം. അപ്പോൾ അവർക്കതൊരു ബോധ്യം വരും, എടുക്കുന്ന സാധനങ്ങൾ തിരിച്ച് അതേപോലെ അടുക്കി വെക്കണമെന്ന്. ഇങ്ങനെ ചെറുപ്പം മുതൽ അവർക്കൊരു അടുക്കും ചിട്ടയുമൊക്കെ വരും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ ഒബ്സർവ് ചെയ്യും, അത് ശീലമാക്കുകയും ചെയ്യും. അപ്പോഴും ഓരോ ടോയ്സും ഇങ്ങനെ എണ്ണി വെക്കണം. 1, 2, 3 ഇങ്ങനെ കൗണ്ട് ചെയ്ത് വെക്കണം. പല ദിവസങ്ങളാകുമ്പോൾ കുട്ടികളും പതിയെ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. വെജിറ്റബിൾസൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേരും കളറും പറഞ്ഞു കൊടുക്കണം. നമ്പർ 1 to 10 പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പഠിപ്പിക്കാം. ഇന്ന് നമ്മൾ 1 to 10 എഴുതാൻ പഠിക്കുകയാണ്. എന്തെങ്കിലും ഒബ്ജക്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗറോ എന്തെങ്കിലും അവർക്ക് നമ്പർ കൗണ്ട് ചെയ്യാനായിട്ട് കാണിച്ചു കൊടുക്കണം. നമ്പർ 1 പെൻ. 1 ബോൾ ഡ്രോ ചെയ്യാം. നമ്പർ 1 ബോൾ. നമ്പർ 1 എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നമ്പർ 1 അപ്പ് ടു ഡൗൺ. 1ന് ശേഷം 2 പെൻസ്. 1, 2 ബോൾസ് ഡ്രോ ചെയ്യാം. ടു ബോൾസ്. 2 എങ്ങനെ എഴുതാമെന്ന് നോക്കാം. റൈറ്റ് കർവ്, സ്ലിപ്പിംഗ് ലൈൻ. 2ന് ശേഷം 3 പെൻസ്. 1, 2, 3 ബോൾസ് ഡ്രോ ചെയ്യാം. Three balls. Right curve, again right curve. 3 after 4 pens. 4 balls draw ചെയ്യാം. 4 balls. Standing line, slipping line, again standing line. 4ന് ശേഷം 5 pens. 5 balls ഡ്രോ ചെയ്യാം. 5 balls. Slipping line, standing line and right curve. 5. Next 6 pens. ഇങ്ങനെ എന്തെങ്കിലും ഒബ്ജക്ട്സ് അവർക്ക് കാണിച്ചു കൊടുക്കണം. 6 balls. 6 balls. 6 എഴുതുന്നത്
left curve, then inside, left curve, inside. 7 pens, 7 balls draw ചെയ്യാം. ബോൾസ് നമുക്ക് ഏതാണ് ഈസി ഡ്രോ ചെയ്യാൻ ആ ഒബ്ജക്ട്സ് ഡ്രോ ചെയ്യാം. Sleeping line, then slanting line. 8 pens, 8. Next number 8. 8 pens, 8 balls draw ചെയ്യാം. 8 എഴുതിക്കുമ്പോൾ 2 0 ഇട്ട് വേണം നമ്മൾ ആദ്യം പഠിപ്പിക്കാൻ. ബോൾസ് വരയ്ക്കാം. ബോൾസ് ആയി. 10 1 0 10. ഇതെന്നും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഓരോ ഒബ്ജക്ട്സ് കാണിച്ചും നമ്മുടെ ഫിംഗേഴ്സ് കൗണ്ട് ചെയ്യിപ്പിച്ചും ഒക്കെ പഠിപ്പിക്കാം. വീട്ടിലുള്ള ഏത് ഒബ്ജക്ട്സും അവരെ കാണിച്ചു കൊടുക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.